ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഷൗട്ടിംഗ് സീനാണ്. ഷൗട്ട് ചെയ്യണം. അതായത് സഹോദരി ചേട്ടനെ ഷൗട്ട് ചെയ്യണം. അതായത് നമ്മള് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രേമത്തിന് നമ്മൾ എതിരാണല്ലോ, കെട്ടിച്ചൂടെ എതിരാണല്ലോ. അപ്പൊ അവനോട് എഴുന്നേറ്റ് ജീവിക്കാൻ വേണ്ടി ചേട്ടനെ ഇനി കാണാനല്ലോ. അപ്പൊ എന്താ ഡയലോഗ് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ചേട്ടൻ എന്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കരുത്, പോകൂ, എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകൂ, ഞാൻ തനിയെ ജീവിച്ചോളാം, ശരിക്കൊരു സ്വസ്ഥത തരൂ, എനിക്ക് കാണുന്നുണ്ട. അപ്രത്യക്ഷമായി നമ്മളെ സഹോദരി ഇത് പറയണ കേട്ടിട്ട് നമ്മൾ ഭയങ്കര ഫീലിങ്സ് ആണ്. അങ്ങനെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ മോളെ, ഈ പ്രകാശൻ പണ്ട് നീ മാമ്പഴം ചോദിക്കുമ്പോഴും അപ്പുറത്തെ വീട്ടിലെ മാവിൽ വലിഞ്ഞു കയറി നിനക്ക് മാമ്പഴം കൊണ്ടുവന്നു. അന്ന് തന്നെ ചോറിനുറുമ്പ് കടിച്ചപ്പോൾ പോലും ഞാൻ വേദനിച്ചില്ല, എൻ്റെ സഹോദരിക്ക് വേണ്ടി എന്ന് കരുതി. എന്നെ നിനക്കിപ്പോൾ കാണുന്നുണ്ടല്ലേ ഇത് പറയുന്നു. ആ മാമ്പഴം നിന്റെ വയറ്റിന് സുഖമില്ലാതായപ്പോൾ നിന്നെ എടുത്തുകൊണ്ട് അടുത്തുള്ള സർക്കാർ ആശുപത്രി തൂക്കിക്കൊണ്ട് പോയത് ഈ ചേട്ടനാണ്. ഈ ചേട്ടനെയാണ് നിനക്കിപ്പോൾ കാണണ്ടെന്ന് പറയണല്ലേ. ഞാൻ പോയേക്കാം, പോവാ മോളെ. അവിടെ നല്ല ഡയലോഗ് കേട്ടോ. ചേട്ടൻ എന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, എനിക്ക് കാണണ്ട ചേട്ടനെ. എനിക്ക് കുറച്ച് സമാധാനം വേണം, ഇനി കാണണ്ട. കുഞ്ഞെ, ഈ ദിണ്ടുക്കൽ രമേശനാണോ നീ? കേട്ടോ, ദിണ്ടുക്കൽ രമേശല്ല, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് പ്രകാശ് ബാബു. പ്രകാശ് ബാബു അല്ല, ഇപ്പൊ ഞാനിപ്പോ ഈ കണ്ണടയൊക്കെ മാറ്റുമ്പോ ആൾക്കാർക്ക് നമ്മളാണെന്നുള്ള ഒരു ചെറിയ ഒരു ഇത് കൊടുക്കണ്ടേ? ഇപ്പോൾ സാറ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് ബാബു ആണ്. വേണ്ട, ഇത് സഹോദരി. നമുക്ക് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോ ദിണ്ടുക്കൽ രമേശ് മാറ്റി വെക്കും കേട്ടോ, മാറ്റി വെച്ചു. ചേട്ടൻ എന്റെ ജീവിതത്തിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, എനിക്കിനി ചേട്ടനെ കാണണ്ട. എനിക്ക് കുറച്ച് സമാധാനം വേണ്ടേ. കുഞ്ഞെ, ഈ ദിണ്ടുക്കൽ പ്രകാശ് ബാബു കറക്റ്റാണ്. ദിണ്ടിക്കൽ എന്തിനു പറയണേ? ദിണ്ടുക്കൽ പറയില്ലേ? ദിണ്ടുക്കലിന് പറഞ്ഞില്ലേ നമ്മളിപ്പോ നമ്മളാണെന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. കന്നഡ ഇല്ല, അതാണ്. പിന്നെ അതേപോലെ തന്നെ ഡയലോഗിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താമല്ലോ, എനിക്ക് അതേപടി കാണാതെ. അതല്ല അത് കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ഭാവം കിട്ടിയാൽ. ഇത് വരില്ല. ഇനി നമുക്ക് ചേട്ടൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, എനിക്ക് കാണണ്ട ചേട്ടന്. എനിക്ക് തനിയെ ജീവിച്ചാ മതി, എനിക്ക് കുറച്ച് സ്വസ്ഥതയാ വേണ്ടത്. ഈ പ്രകാശ് ബാബുവിനോട് ഇങ്ങനെ പറയരുത്. കുഞ്ഞിന് ഞാൻ ബർഗർ വാങ്ങി തന്നിട്ടുണ്ട്, കുഞ്ഞിന് ഞാൻ പിസ്സ വാങ്ങി തന്നിട്ടുണ്ട്. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ചിക്കൻ റോളും വാങ്ങി തന്നത് നീ മറന്നോ? വയറിന് കേടായി നിന്നെ ഞാൻ കൊണ്ടുപോയത് ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലിലാണ്, അത് നീ മറക്കരുത്. ദിണ്ടുക്കൽ രമേശിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഒന്നും. ഈ ബർഗറും പിസയും ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാണോ? ഇതൊക്കെ ഞാൻ ഈ മാങ്ങയൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഥാപാത്ര സിനിമയൊക്കെ എഴുതി വെച്ചിരുന്ന മാങ്ങ തേങ്ങ എടുത്ത് കൊടുക്കാൻ പറ്റൂ? അതെന്താ അങ്ങനെ? എന്റെ ഒരു പൊസിഷൻ, എന്റെ ബിസിനസിന്റെ അനുസരിച്ച് ഞാൻ ബർഗറും പിസയൊക്കെ അല്ലാതെ പിന്നെ ഈ മാങ്ങയും അത് ഞാൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി. ദിണ്ടുക്കൽ രമേശന്റെ പെങ്ങളല്ല ഇത്, പ്രകാശ് ബാബുവിന്റെ പെങ്ങളാണ്. പ്രകാശ് ബാബു പാവമാണ്. പ്രകാശ് ബാബു ദരിദ്രനാണ് അദ്ദേഹം. ബർഗർ ഒന്നും കേട്ടില്ല. അങ്ങനെ പറയരുത്. പാവങ്ങളാണെങ്കിലും ബർഗറും സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ഒക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ എന്റെ ഇഷ്ടമാണത്, അത് നിങ്ങൾ ഇടപെടണ്ട. എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു ട്രെയിൻ യാത്ര നടത്തി എവിടെ പോകാനാണെന്ന് പറഞ്ഞ? പിന്നെ ചെന്നൈയില് സിനിമയിൽ അഭിനയിക്കാൻ. അതെ, ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കേട്ടോ. പണ്ട് ആ ട്രെയിൻ യാത്ര നടത്തിയപ്പോ ദിണ്ടിക്കൽ ഇറങ്ങിയത് ഭാഗ്യം. അല്ലാതെ നിങ്ങളെങ്ങാനും ചെന്നൈ ചെന്ന് മലയാള സിനിമയിലെങ്ങാനും അഭിനയിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ദുരന്തം ഈ നിൽക്കുന്ന ദിണ്ടിക്കൽ രമേശനായേനെ.